ഹായ്, ഈ കാണുന്നുണ്ടോ? ഇതെന്റെ അപ്പൻ എനിക്ക് ഏറ്റവും ഫസ്റ്റ് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ച സൈക്കിളാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഹെർക്കുലീസിന്റെ എക്സൻഡീസിന്റെ സൈക്കിളാണ്. ഞാൻ 8 9 പഠിക്കുമ്പോൾ എന്റെ അപ്പനെ എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ച സംഭവമാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അപ്പം കുറച്ചായിട്ട് നടത്തവും കാര്യങ്ങളൊക്കെ കുറച്ചേക്കാണ്. അതുകൊണ്ട് പുള്ളി കുറച്ച് വണ്ണവും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ എന്റെ പെങ്ങളും കൂടി ഒരു സൈക്കിൾ എടുത്ത് കൊടുക്കാൻ പോവാണ്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സൈക്കിൾ എടുക്കുമ്പോൾ എന്തോ 6000 7,000 ഒന്നും ഉണ്ടായുള്ളൂ. ഇപ്പൊ സൈക്കിളിലോ എല്ലാം എന്താ എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് തൊടൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, എടാ തിരക്കാണോ? എടാ എനിക്ക് അപ്പനൊരു സൈക്കിൾ വാങ്ങിച്ചെടുക്കണം, ഒരു ഗിയർ സൈക്കിള്. അപ്പൊ സൈക്കിളിനൊക്കെ ഇപ്പൊ എന്ത് റേറ്റ് ഉണ്ട്? ഒരു 16,000 രൂപ സൈക്കിൾ കിട്ടോ? സൈക്കിൾ എടുക്കണ നമുക്ക് ഇപ്പൊ എന്ത് റേറ്റ് ആവും ഏകദേശം? കുറച്ച് റേറ്റ് കുറച്ചുള്ള സാധനം പറഞ്ഞേ. കുറച്ച് കഴിയുമ്പോൾ കടയിലേക്ക് ഇറങ്ങാം. സൈക്കിളിന്റെ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സൈക്കിൾ എടുക്കാൻ അപ്പനെ കൊണ്ടുപോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ സാമ്പത്തികം ഇല്ലാണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് എന്റെ പെങ്ങൾക്കും അപ്പന ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചത് ഇങ്ങനെ ഹാപ്പി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പന് ഒരു ചെറിയ സാധനങ്ങൾ ഞാനും പെങ്ങളും കൂടി പോയി ഇന്ന് സർപ്രൈസ് ആയിട്ട് അപ്പന് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ സൈക്കിളിൽ വന്നിട്ടുള്ള തൊഴിൽ നമ്മുടെ കളിപ്പാട്ടത്തിലാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരാൻ കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ ഉപകാരം ഉണ്ടാവുമല്ലോ. ഈ കാണുന്ന സൈക്കിളാണ് നമ്മള് വാങ്ങിച്ചേക്കണേ, നോർവേയുടെ. നമ്മള് മഡ്ഗാർഡ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് പിടിപ്പിച്ച കൊളാബൊന്നും അല്ല കേട്ടോ, വാങ്ങിച്ചതിന്റെ ബില്ലാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്കിത് അപ്പനുണ്ടെ കൊടുത്തു പോകാം. എന്റെ ഓണർ കേട്ടോ, ഇവന്റെ അടുത്തുനിന്ന് സാധനം എടുത്തോണ്ട് പുള്ളി ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇവന്റെ അടുത്ത് എപ്പോ ഇവൻ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടോ വിടുള്ളൂ. ഇപ്പൊ അച്ഛക്കുള്ള സൈക്കിൾ വാങ്ങിച്ചതുണ്ടോ, ബാക്കിൽ വെച്ചിട്ടുണ്ട്, കവറും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, അപ്പൻ ഫ്രണ്ടിലേക്ക് അപ്പന്റെ കൂട്ടുകാരൻ. ഇപ്പൊ വീട് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടി വീടിങ്ങനെ നിരന്ന് നടക്കുന്നത്. അപ്പൊ എനിക്കും അപ്പൻ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങണമെന്നപ്പോ ഞാനിതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ നോക്കി ഇരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്പന് സൈക്കിൾ കൊടുക്കാം. അജിക്കൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താ പറയാമോ, ശരിക്കും നടക്കാനൊക്കെ മടിയല്ലേ, അപ്പൊ ഒരു സാധനം വാങ്ങിച്ചിരുന്നുണ്ട്. വണ്ടി തുറന്നു നോക്കി, ഡിക്കി തുറന്നു നോക്കി. തുറന്നു നോക്കി ഡിക്കി. ഞാൻ എടുത്തു തരാം. സൈക്കിൾ വാങ്ങിച്ചു, ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കോസ്റ്റ്യൂം സൈക്കിൾ ഇടാൻ പറ്റില്ല, അപ്പൊ കോസ്റ്റ്യൂം മാറിയിട്ട് പോരാ. കോസ്റ്റ്യൂം ഒക്കെ മാറിയുന്നുണ്ട്. ഫുൾ ഓൺ ഗിയർ ആണ്, ഗ്ലൗസ്, ഹെൽമെറ്റ്. നേരാണ് വെച്ചേക്കണേ, നേരെ തന്നെ വെച്ചേക്കണേ. പോട്ടെ, ചവിട്ടിക്കോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങി ചവിട്ടിക്കൊണ്ടുപോയപ്പോ അപ്പൻ ഇതുപോലെ നോക്കിയിരുന്ന സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ ഞാനിപ്പോ അപ്പൻ ചവിട്ടിക്കൊണ്ടുപോകും ഞാനവിടെ നോക്കിക്കണു. അച്ഛക്കപ്പോൾ സൈക്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചെറിയ പിള്ളേർക്ക് എന്തെങ്കിലും കിട്ടിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലേ, അതുപോലെയാണ് അച്ഛൻ സൈക്കിൾ ഓടിക്കണമെന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇടുന്ന എഫോർട്ട് വല്ലപ്പോഴൊക്കെ നമ്മുടെ ഫാമിലി കാണിക്കുക. അതിപ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിലത് ഭയങ്കര വലിയൊരു കാര്യമായിരിക്കും. അവർ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. എന്തൊക്കെയാണെങ്കിലും അവസാനം നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ.